അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. ഏറെ സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധമായ ഈ സദസ്സ് അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ ഇന്നത്തെ സ്വബാഹുൽ ഖൈറിൽ പറഞ്ഞതുപോലെ ചില ഇമാമിങ്ങളുടെ അഭിപ്രായ പ്രകാരം സഫറിലെ അവസാനത്തെ ബുധനാഴ്ച, അതിൻ്റെ രാവും പകലുമാകട്ടെ, അത് ഒരുപാട് അപകടങ്ങൾ ഭൂമിയിലേക്ക് ഇറങ്ങുന്ന ദിവസമാണത്രേ. അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് കുറച്ച് ദിക്റുകൾ ചൊല്ലി എല്ലാ ഷർറുകളിൽ നിന്നും ഹൈറും ഷർറും നൽകുന്നവനായ അള്ളാഹുവിനോട് കാവല് തേടിയാൽ നമ്മൾ സേഫ് അല്ലേ? നമ്മൾ, നമ്മുടെ കുടുംബവും നാമുമായി ബന്ധപ്പെട്ട നമ്മുടെ സ്വഭാവ ഹൈറിലെ എല്ലാവരും സേഫായിരിക്കണം, എല്ലാവർക്കും സന്തോഷം ലഭിക്കണം. അള്ളാഹു എല്ലാവർക്കും സമാധാനം നിറഞ്ഞ ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനോട്ടമുള്ള സദസ്സായി ഈ സദസ്സിനെ അള്ളാഹു മാറ്റി തീർക്കുമാറാകട്ടെ. നമ്മൾ ഇന്ന് പഠിച്ച 5 ദിക്റുകളുണ്ട് അല്ലേ? നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ആ ദിക്റുകൾ നമുക്ക് ഇൻഷാ അല്ലാഹ് വളരെ കുറച്ച് നമുക്കൊന്ന് ചൊല്ലിയിട്ട് റബ്ബുൽ ആലമീനായ തമ്പുരാനിലേക്ക് അവനിൽ നിന്ന് അഭയം ലഭിക്കാൻ വേണ്ടി കൈ ഉയർത്തി ദുആ ചെയ്യണം. അള്ളാഹു നമുക്കും നമ്മുടെ സന്താനങ്ങൾക്കും ഇണകൾക്കും പ്രവാസ ലോകത്തുള്ളവർക്കും നമ്മുടെ കുടുംബാദികൾക്കും ഫലസ്തീനിലെ ഉമ്മത്തിനും എല്ലാ സമൂഹത്തിനും അള്ളാഹു സമാധാനവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. നമുക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 2 വരി ബൈത്തുലിട്ട് അങ്ങ് തുടങ്ങാം. بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم سعد سعيد زبير طلحة وأبي عبيدة وابن عوف عاشر الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്തുകൊണ്ട് ഈ സദസ്സ് പരിപൂർണമായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമുക്ക് ഇന്ന് പഠിച്ച കുറച്ച് അദ്കാറുകൾ വളരെ കുറച്ച് അള്ളാഹുവിന്റെ പാതയത്തിലായി എന്ന് ചൊല്ലാം. എല്ലാ ഷർറുകളിൽ നിന്നും കാവൽ തേടി അള്ളാഹുവിലേക്ക് നമുക്ക് കൈ ഉയർത്താം. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. മനസ്സറിഞ്ഞ് നമ്മൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചൊരു ദിക്റുണ്ടല്ലോ, രാവിലെ 3 തവണ ചൊല്ലിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ ഒരു അപകടമില്ല, രാത്രി ചൊല്ലിയാൽ ഒരു അപകടമില്ല, രാവിലെ വരെ അല്ലേ? എല്ലാ അപകടങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കുന്ന മനോഹരമായ ദിക്ർ. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാ വഹുവ സമീഉൽ അലീം. ബിസ്മിയാണത്. ബിസ്മില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മുഴുവൻ നാമങ്ങൾ കൊണ്ടും സഹായം തേടി ഞാൻ ഇറങ്ങുന്നു എന്നാണ് അതിന്റെ അർത്ഥം അല്ലേ? നമ്മളന്ന് പഠിച്ചിട്ടുണ്ട്. ആ ബിസ്മി കൂടെ ഉണ്ടെങ്കിൽ ആകാശഭൂമികളിലുള്ള ഒന്നും എന്നെ ബുദ്ധിമുട്ടിക്കൂല. അവൻ എനിക്ക് കാവൽ തരുന്നാണ്. മനസ്സറിഞ്ഞ് കുറച്ചൊന്ന് ചൊല്ലിക്ക്. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാ വഹുവസ് സമീഉൽ അലീം. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم.
بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم കരുണക്കടലായ റബ്ബേ, നിന്റെ നാമത്തിന്റെ ബറക്കത്ത് കൊണ്ട് പടച്ചവനെ, ആകാശലോകത്തും ഭൂമിലോകത്തുമുള്ള മുഴുവൻ അപകടങ്ങളിൽ നിന്നും നീ ഞങ്ങൾക്ക് കാവൽ നൽകണേ അല്ലാ. ഹബീബായ തങ്ങൾ പഠിപ്പിച്ച എല്ലാ ഷർറുകളിൽ നിന്നും, പടച്ചവൻ സൃഷ്ടിച്ച എല്ലാ ഷർറുകളിൽ നിന്നും കാവൽ തേടിക്കൊണ്ടുള്ള ദിക്ർ മനസ്സറിഞ്ഞ 33 തവണ ചൊല്ലിക്ക്. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ് أعوذ بكلمات الله التامات من شر ما خلق 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 يا ربنا നീ സൃഷ്ടിച്ച എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും സാധുക്കളായ ഞങ്ങൾക്ക് നീ കാവൽ നൽകണേ റഹ്മാനേ. അള്ളാഹുവിലേക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചാൽ മതി. ഏൽപ്പിക്കേണ്ടതുപോലെ ഏൽപ്പിക്കണം. നമ്മളെങ്ങനെ ഏൽപ്പിക്കണേ? എങ്ങനെയാ? ഇപ്പോ വാപ്പ ഹോസ്പിറ്റലിലാണ്, ഒരു ഉദാഹരണം പറയണേ. അപ്പോ നമ്മൾ ചോദിക്കണം, എന്തായി വാപ്പയുടെ കാര്യം, എന്തായി? ഒന്നും പറയാനായിട്ടില്ല. പല ഹോസ്പിറ്റലുകളും കാണിച്ച് ഇപ്പോ ഡോക്ടേഴ്സ് പറയുന്നത് ഫൈനൽ സ്റ്റേജ് ആണെന്നാണ്. എല്ലാ ഡോക്ടർമാരും കാണിച്ചിട്ടുണ്ട്. പിന്നെ പടച്ചോനുണ്ടല്ല, അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ പടച്ചോനുണ്ടല്ല, തവക്കൽത്ത് വരല്ല, അങ്ങനെയൊന്നുമല്ല. എല്ലാം ആദ്യം അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കണം, എന്നിട്ട് ഡോക്ടേഴ്സിനെയൊക്കെ ഉണ്ടാവും. തവക്കുൽ അള്ളാഹുവിനെയൊക്കെ ഏൽപ്പിക്കണം.
അതിനർത്ഥം ഡോക്ടറെ കാണണ്ടെന്നല്ല. പക്ഷെ അള്ളാഹുവിൽ പരമേൽപ്പിച്ചുകൊണ്ട് വേണം ഇതിലേക്കൊക്കെ ഇറങ്ങാൻ. മനസ്സിലാവുന്നുണ്ടോ? അള്ളാഹിനെ പരമേൽപ്പിക്കണം. പിന്നെ ഉണ്ടല്ല എന്നല്ല. കല്യാണത്തിന് ഉസ്താദേ പലിശക്കെടുക്കലല്ലാതെ വഴിയില്ല. ആദ്യം തന്നെ അങ്ങനെ തീരുമാനിച്ച പിന്നെ എന്ത് തവക്കുല? എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ പടച്ചോനുണ്ടല്ലേ. അങ്ങനെ ഹറാമായ സംഗതികളൊക്കെ എടുത്തിട്ട് പടച്ചോനുണ്ടല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അള്ളാഹു ഇഷ്ടപ്പെടുന്ന വഴിയിൽ നടന്നുകൊണ്ട് അവനിലേക്ക് ഏൽപ്പിച്ചു നോക്ക്. സമയമാകുമ്പോൾ നമ്മളെ പരീക്ഷിക്കും റബ്ബ്. നമ്മൾ വിചാരിക്കും പടച്ചോനെ ഞാൻ പെടുത്തൂല. അള്ളാഹ് അങ്ങ് പൊക്കിയെടുക്കും നമ്മളെ. മനസ്സറിഞ്ഞ് ചൊല്ലിക്ക്, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. സൂറത്ത് തൗബയിലെ അവസാനത്തെ 2 ആയത്ത് മനസ്സറിഞ്ഞൊരു 7 തവണ നമുക്കൊന്ന് ഓതാം. എല്ലാത്തിൽ നിന്നും കാവലാണ്, എല്ലാ പ്രശ്നത്തിൽ നിന്നും കാവലാന്ന് മാത്രമല്ല എല്ലാ അനുഗ്രഹങ്ങളും അല്ലാഹു തആല തരും. മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യഥാർത്ഥത്തിലുള്ള മൗലിദും കൂടെയാണ് ആ ആയത്തുകളിലുള്ളത്. മനസ്സറിഞ്ഞ് നോദിക്കെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم.
لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. കരുണക്കടലായ റബ്ബേ, എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ഈ അധികാറുകളുടെ ബറക്കത്ത് കൊണ്ട് നീ ഞങ്ങൾക്ക് കാവലേകണേ അല്ലാ. യാ റബ്ബനാ യാ റബ്ബനാ, പടച്ചവനെ ഞങ്ങളുടെ വേദനകളെല്ലാം നീ അകറ്റണേ അല്ലാ. മനസ്സിലുള്ള മുറാദുകളെല്ലാം നീ ഹാസിലാക്കണേ അല്ലാ. മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രണ്ടുപേരും ബൈത്ത് ചൊല്ലിയിട്ട് ഒരു ദിക്റും കൂടെ ചൊല്ലി നമുക്ക് മനസ്സറിഞ്ഞ് ദ്വാരക്കാം. അല്ലാഹു സ്വീകരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇലാഹൽ ഖൽഖി യാ അല്ലാഹ് സ്വലാത്തം മഅ സലാമില്ലാഹ് അലൽ ഹാദി നബിയില്ലാഹ് വഅള്ളിം ശഅനഹു അല്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് على ياسين حبيب الله وإن كنا من الخالي عن الأنوار والحال نحب حبيبك العالي محمدنا رسول الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله فسلمنا عن البلوى وكل العيب مع تقوى وعن خال من الجدوى بشافعنا رسول الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله مع الطاعات قربنا وجملنا وهذبنا وبالمرضات أذبنا برحمتنا رسول الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله ووفقنا على الأعمال وثبتنا على الأقوال وسيرنا على الأحوال لهادينا رسول الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് യാ റബ്ബനാ ഞങ്ങളുടെ ഖൽബ് നീ നന്നാക്കണേ അല്ലാഹ്. നീറുന്ന ഒരുപാട് പ്രയാസങ്ങളുമായി ഈ സദസ്സിലിരിക്കുന്നവരുണ്ട്. എല്ലാ പ്രയാസങ്ങളും നീ അകറ്റണേ അല്ലാഹ്. പിന്നെ ഇങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് പെട്ടെന്ന് അള്ളാഹുവിൽ നിന്ന് മഹത്വം ലഭിക്കാൻ, പെട്ടെന്ന് ഫലം ലഭിക്കാൻ അസ്വദഖത്തു റദ്ദുൽ ബലാ, ഏത് അപകടം ഇറങ്ങിയാലും സ്വതക്ക അതിനൊക്കെ തട്ടിക്കളയും. നമ്മുടെ റിലീഫ് പദ്ധതിയിലൂടെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ, അസുഖബാധിതർ, അതുപോലെ കടബാധിതർ, ഉസ്താദുമാരായ പാവപ്പെട്ട ആളുകൾ, വീട് നിർമ്മാണത്തിന് സഹായിക്കുന്ന വിഷയം, അങ്ങനെ പലരെയും, കല്യാണത്തിന്, അങ്ങനെ തുടങ്ങി പലരെയും നമ്മൾ സഹായിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ. അതിലേക്ക് കഴിയുന്നവരൊക്കെ ഹദിയ ചെയ്യാം. എന്നിട്ട് നല്ല നീയത്തിൽ പടച്ചോനെ ഈ സ്വതക്കയുടെ ബറക്കത്തുകൊണ്ട് എല്ലാ അപകടങ്ങളിൽ നിന്നും എന്നെയും കുടുംബത്തെയും നീ കാത്തുരക്ഷിക്കണേ എന്നുള്ള നല്ല നീയത്ത്, ആ നല്ല നീയത്ത് ഉണ്ടാകട്ടെ. അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. മനോഹരമായൊരു ദിക്ർ ഒരു 11 തവണ കൂടെ സൂറത്ത് യാസീൻ നമുക്ക് ഓതി പരിചിതമാണ്, മനസ്സറിഞ്ഞ്. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം
سلام قولا من رب رحيم 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 سلام قولا من رب رحيم. ഈ സദസ്സ് പങ്കെടുത്ത എല്ലാവരെയും യാ റബ്ബി ആ വീടുകളിലും ആ കുടുംബത്തിലും നീ പ്രയാസങ്ങൾ നൽകണേ അല്ലാ. എല്ലാ അപകടങ്ങളിൽ നിന്നും നീ സുരക്ഷിതത്വം നൽകണേ റഹ്മാനെ. രണ്ടുപേരി ബദരീങ്ങളുടെ ബൈത്ത് കൂടെ ചൊല്ലി നമുക്ക് തുറക്കാം അല്ലേ. എല്ലാ ബലാഉം ആഫത്തും ഇടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബറക്കത്തിനാലമൈ കാക്കണം യാ റബ്ബനാ. ദണ്ണം വബാവ സൂരിയും മറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ ബറക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ. ദാഹം മൗത്തത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലൈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുർറഹീമായ കരുണക്കടലായ കരുണാവാരിധിയായ അല്ലാഹ്, ഈ സദസ്സ് നീ സ്വീകരിക്കണേ തമ്പുരാനെ. നീ ഖായിബാക്കല്ലേ അല്ലാഹ്. നീ തഴഞ്ഞാൽ ഞങ്ങൾക്ക് പോകാനൊരിടമില്ല അല്ലാഹ്. ഇതിന്റെ മിസ്ല സവാബ് ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാ. അവിടുത്തെ സന്തോഷിപ്പിക്കണേ അല്ലാ. അവിടുന്ന് കണ്ട് സന്തോഷിക്കുന്ന മജ്ലിസാക്കണേ അല്ലാ. അവിടുത്തെ ബറക്കത്ത് കൊണ്ട് എന്തെല്ലാം അപകടങ്ങൾ ഇറങ്ങുമ്പോഴും നീ ഞങ്ങൾക്ക് കാവലേകണേ അല്ലാ. നീ സുരക്ഷ നൽകണേ അല്ലാ. ഞങ്ങളുടെ മക്കൾ പടച്ചവനെ പഠിക്കാൻ പോകുന്നവരാ, ഇണകൾ ജോലിക്ക് പോകുന്നവരാ, ഞങ്ങൾ വീട്ടിൽ പലരും നിൽക്കുന്നവരാ, പലയിടങ്ങളിലേക്ക് പോകുന്നവരാ, എല്ലാ ശർറുകളിൽ നിന്നും എല്ലാ സമയത്തും നീ ഞങ്ങൾക്ക് കാവലേകണേ അല്ലാ. ഞങ്ങൾ ചൊല്ലിയ ദിക്റുകളുടെ ബറക്കത്ത് കൊണ്ട് നിന്റെ പ്രത്യേകമായ റഹ്മത്ത് ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, പ്രത്യേകിച്ച് സ്വബാഹുൽ ഖൈർ കുടുംബത്തിലേക്ക് നീ ഇറക്കണേ അല്ലാ. സമാധാനമേകണേ അല്ലാ. പ്രയാസങ്ങൾ ദൂരീകരിക്കണേ അല്ലാ. ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയവരാ, എല്ലാ പാപങ്ങളും നീ കരിച്ചു കളയണേ അല്ലാ. നിന്റെ കാരുണ്യം കൊണ്ട് പുറത്തു തരണേ അല്ലാ. മനസ്സിൽ ഒരുപാട് മുറാദുകളുണ്ട് അല്ലാ. എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാ. സങ്കടങ്ങളെല്ലാം അകറ്റണേ അല്ലാ. വേദനകളെല്ലാം നീക്കണേ അല്ലാ. പൊന്നുമക്കളെ നീ നന്നാക്കണേ അല്ലാ. മക്കളെ ഓർത്ത് സങ്കടപ്പെടുന്ന എത്രയോ മാതാപിതാക്കളുണ്ട്, സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. വഴികേടിൽ നിന്ന് കാക്കണേ അല്ലാ. ലഹരിക്കടിമയായ മക്കളുണ്ട്, നന്നാക്കണേ അല്ലാ. ഞങ്ങളുടെ പൊന്നുമക്കൾക്ക് ബദരീങ്ങളുടെ കാവൽ നീ നൽകണേ അല്ലാ. വിവാഹപ്രായമെത്തിയവരുണ്ട്, അനുയോജ്യരായ ഇണകളെ നൽകണേ അല്ലാ. വിവാഹം ഉറപ്പിച്ചു ഉസ്താദേ കയ്യിൽ 5 പൈസയില്ല എന്ന് പറഞ്ഞവർ യാ റബ്ബനാ നീ എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കണേ അല്ലാ. പടച്ചവനെ, ഈ ദിവസത്തിൽ ഈ റിലീഫ് പദ്ധതിയിലേക്ക് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളിലേക്ക് ഹദിയ ചെയ്യുന്നവരുണ്ട്. യാ റബ്ബനാ പ്രത്യേകമായ പരിരക്ഷ നീ നൽകണേ അല്ലാ. നീ കാവലേകണേ അല്ലാ. മക്കളെ കാക്കണേ അല്ലാ. കുടുംബത്തെ സംരക്ഷിക്കണേ അല്ലാ. പ്രവാസികളുണ്ട്, നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. തൊഴിലുകളിൽ അഭിവൃദ്ധി നൽകണേ അല്ലാ. സന്താനങ്ങളില്ലാതെ വേദനിക്കുന്നവരുണ്ട്, സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നീ നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുമായി ബന്ധപ്പെട്ടവരിൽ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരിൽ പലരും അസുഖബാധിതരാണ്. നീ പരിപൂർണ ശിഫ നൽകണേ അല്ലാ. കാമിലായ ശമനം നൽകണേ അല്ലാ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. തളർന്നു പോകുന്ന അസുഖങ്ങൾ തരല്ലേ അല്ലാ. ഒരു സ്ട്രോക്ക് വന്ന് പെട്ടെന്നങ്ങ് വീണു പോകുന്ന ഒരവസ്ഥയിൽ നിന്ന് കാക്കണേ അല്ലാ. അറ്റാക്കിൽ നിന്ന് കാക്കണേ അല്ലാ. കിഡ്നി സംബന്ധമായ രോഗങ്ങളെ തരല്ലേ അല്ലാ. ക്യാൻസർ തരല്ലേ അല്ലാ. ട്യൂമർ തരല്ലേ അല്ലാ. അങ്ങനെയുള്ള അസുഖങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. യാ റബ്ബനാ നീ പരിപൂർണ ശിഫ
ഷിഫാ ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് നൽകണേ അല്ലാ. കരുണക്കടലായ റബ്ബേ, ഞങ്ങളുടെ കടങ്ങളെല്ലാം നീ വിട്ടണേ അല്ലാ. കടക്കാര് വന്ന് കഴുത്തിന് പിടിച്ച് നാണം കെടുത്തുന്ന ഒരവസ്ഥ തരല്ലേ അല്ലാ. നിന്റെ ഖജനാവ് വിശാലമാണല്ലോ അല്ലാ. കടങ്ങളെല്ലാം നീ ഏറ്റെടുക്കണേ തമ്പുരാനെ. തൊഴിലുകളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ജോലിയില്ലാത്തവർക്ക് ഹൈറായ ജോലി കൊടുക്കണേ അല്ലാ. യാ റബ്ബനാ, സിഹറുകൾ കണ്ണേറുകൾ ബാത്തിലാക്കണേ അല്ലാ. എല്ലാ ശർറുകളിൽ നിന്നും നീ കാവലേകണേ അല്ലാ. മുത്തായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനോട്ടം നൽകണേ അല്ലാ. യാ റബ്ബനാ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ പലരും ഖബറുകളിലാണ്. എല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണയല്ല. ഖബറിൽ സന്തോഷം നൽകണയല്ല. പ്രയാസങ്ങളുണ്ടെങ്കിൽ ദൂരീകരിക്കണയല്ല. പാപമോചനം നൽകണയല്ല. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണയല്ല. ഞങ്ങൾ ആരെയും നീ പെട്ടെന്ന് വിളിക്കല്ലയല്ല, പെട്ടെന്ന് മരിപ്പിക്കല്ലയല്ല. അമലുകൾ കുറവാണ് അല്ലാ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ യതീമാക്കല്ലേ അല്ലാ. ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോ ഞങ്ങളുടെ പൊന്നുമക്കളുടെ മയ്യത്ത് കാണേണ്ട ഒരവസ്ഥ തന്ന് പരീക്ഷിക്കല്ലയല്ല. നാളെ മഹിഷറിൽ വിയർപ്പിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുമ്പോ ആരാരും തുണയില്ലാത്ത സമയത്ത് താജ്ദാരേ മദീന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനോട്ടം നൽകണയല്ല. തിരുകരം കൊണ്ട് ഹൗദുൽ കൗസർ കുടിക്കാൻ ഭാഗ്യം തരണയല്ല. കഅബാലയം തവാഫ് ചെയ്യാൻ, ഹജറുൽ അസ്വദ് ഒന്ന് ചുംബിക്കാൻ, എല്ലാത്തിലും ഉപരി നിന്റെ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് ഇവിടത്തെ ചാരത്തൊന്ന് അണഞ്ഞിട്ട് പടച്ചവനെ ഹബീബിന് ആയിരക്കണക്കിന് സലാമുകൾ പറയാൻ, ഹബീബാൽ സന്തോഷിക്കപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടാകാൻ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ അല്ലാ. മദീന കാണാതെ മരിപ്പിക്കല്ലേ അല്ലാ. റബ്ബനാ അൻത വലിയുനാ ഫിദ്ദുനിയാ വൽ ആഖിറ വലാ തുഖയ്യിബ് റജാഅനാ വലാ തുളയ്യ ദുആഅനാ വലാ തറുദ്ദന്ന ഐദിയനാ ഖായിബീൻ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. والسلام عليكم ورحمة الله وبركاته.